ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഇന്ത്യയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എക്ലിഞ്ച യുണൈറ്റഡ് ഫോറത്തിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് പ്രിയപ്പെട്ട ബിമൽ ജോൺ, വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സ്റ്റാൻലി ജോർജ് ഇന്ന് നമ്മളോട് കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ഇരുവരും കഴിഞ്ഞ നാളുകളിലും നമ്മുടെ കൂടെ ഈ ചർച്ചകളിൽ ഉണ്ടായിരുന്നു. ലിബർട്ടിയം ടിവിയിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകം തന്നെ നേരിടുന്ന 2-3 വലിയ ചലഞ്ചസ് നമ്മൾ ഇന്ന് അതിൽ പ്രധാനമായ 2 വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് അമേരിക്കയിലെ കാട്ടുതീ. കേരളത്തിലൊക്കെ ആ കാട്ടുതീ വളരെയധികം പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ലോസ് ഏഞ്ചൽസിലെ ആ കാട്ടുതീ കേരളത്തിലെ ജനഹൃദയങ്ങളിലേക്ക് തീ കോരിയിടുവാനായിട്ട് ചില തൽപര കക്ഷികൾ വളരെയധികം ജാഗ്രത കാണിക്കുകയുണ്ടായ ചില ദിവസങ്ങളായിട്ട്. അത് അള്ളാഹുവിന്റെ ശാപമാണെന്ന് ചില ആളുകൾ വളരെ പബ്ലിക്കായിട്ട് തന്നെ പ്രസംഗിക്കുകയുണ്ടായി. ബുദ്ധിയുള്ളവരും ബുദ്ധി കുറഞ്ഞവരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ സമൂഹത്തിൽ നിന്നുള്ള ആളുകളും ആ കാര്യങ്ങളെ വളരെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ കാട്ടുതീ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പാണെന്നും അമേരിക്ക അള്ളാഹുവിലേക്ക് തിരിയണമെന്നുള്ള വലിയ വാദഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. വേറൊന്ന് ഗാസയുമായി ബന്ധപ്പെട്ടാണ്. ഗാസയിലാകട്ടെ അവിടെ ഇത്രയും കാലമായിട്ടും ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രചരണങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ നിജസ്ഥിതികളെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുക മാത്രമല്ല, നമ്മുടെ ആളുകളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണകളെ ദൂരീകരിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം അവിടെ കാട്ടുതീയൊക്കെ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധികം സമയമില്ലാതെ തന്നെ അത് കെട്ടടങ്ങും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവിടെ ഉണ്ടായ ദുരന്തങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. ഗാസയിലുണ്ടായ ദുരന്തങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. അതുപോലെ മനുഷ്യ ജീവിതങ്ങളെല്ലാം തന്നെ വിലയുള്ളതാണ്. ജാതി മത വർഗവർണ്ണ വ്യത്യാസമന്യേ എല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ഓരോ മനുഷ്യന്റെയും ജീവിതം, ഓരോ മനുഷ്യന്റെയും ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് ആർക്ക് എന്ത് സംഭവിച്ചാലും അത് ദുരന്തമായി തന്നെ കാണുവാൻ സാധിക്കും. അതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നാം തേടേണ്ടതില്ല എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് പോവാം. പ്രിയപ്പെട്ട വിമൽ സാറെ, എങ്ങനെയാണ് നിങ്ങൾ അമേരിക്കയുടെ ആ കാട്ടുതീയെ പ്രതിരോധിക്കാൻ കഴിയാതെ വണ്ണം ഇത്രത്തോളം അത് ഡ്രാഗ് ചെയ്യാൻ ഇടയായിത്തീർന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ഇതുപോലുള്ള വലിയൊരു ദുരന്തം ഉണ്ടായത്? തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് ആണെങ്കിലും ഇതുപോലെയുള്ള മറ്റ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അതേ ചൊല്ലി സന്തോഷിക്കുന്ന വലിയൊരു സോഷ്യൽ മീഡിയയിലൊക്കെ അതിനേക്കുള്ള ആഹ്ലാദിതരാകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അത് വളരെ ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് അത്തരത്തിൽ നിലവാരമില്ലാതെ ചിന്തിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഒരു ഭൂരിപക്ഷം ആളുകളും മാനുഷികമായി മനുഷ്യത്വപരമായി ചിന്തിക്കുന്നവരും ഏത് രാജ്യത്തായാലും ജനങ്ങളെ ഒന്നായിട്ട് കാണുന്നവരുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത്തരക്കാരോട് നമുക്ക് സഹതപിക്കല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അമേരിക്കയിൽ ഇപ്പോൾ നടന്ന കാലിഫോർണിയ സ്റ്റേറ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടുതീ അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ ഗവൺമെന്റ് വളരെ ഊർജിതമായിട്ട് സ്റ്റേറ്റ് ഭരണകൂടവും ഫെഡറൽ ഗവൺമെന്റും വളരെ ഊർജിതമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലിഫോർണിയയുടെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ചില പ്രത്യേകതകൾ മൂലമാണ് അവിടെ ഈ പ്രതിഭാസം മിക്ക വർഷങ്ങളിലും ഇങ്ങനെ ആവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഒരു ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. നമ്മുടെ വളരെ കൂടുതൽ ആയിട്ടുള്ള വാർമർ ആയിട്ടുള്ള ടെമ്പറേച്ചർ അവിടെ ഉണ്ടാകുന്നു. റെയിൻഫോൾ, മഴക്കാലം പൊതുവെ അവിടെ കുറഞ്ഞു വരുന്നു. ഇത് കാരണം ഈ കാലിഫോർണിയയിലെ ഈ ലാൻഡ്സ്കേപ്പ്, ഭൂപ്രകൃതി വളരെ ഡ്രൈ ആയി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കണ്ടുവരുന്നതെന്നാണ് എൻ്റെ അറിവിലും വായനയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്റ്റൻഡ് പീരീഡ് ഓഫ് ഡ്രോട്ട്, ഇതിന്റെ വരൾച്ചയുടെ ഒരു നീണ്ട പീരീഡ് നിൽക്കുന്ന മൂലം ഈ വെജിറ്റേഷൻ, ഈ പ്രകൃതി സസ്യജാലങ്ങളെല്ലാം ഉണങ്ങി നിൽക്കുന്ന സാഹചര്യം
ഇതിന് ഈ കാട്ടുതീ പടരുന്നതിന് വലിയൊരു സാഹചര്യമായി തീരാറുണ്ട്. പിന്നെ അവിടെ കാലിഫോർണിയയുടെ പ്രത്യേക കാലാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഈ വിൻഡ് സ്റ്റോം, ഈ കൊടുങ്കാറ്റുകൾ ഇതിനകത്ത് വലിയൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. സാന്റ ആന എന്ന പേരിട്ട് വിളിക്കുന്ന ഈ ഒരു കാറ്റ് അവിടെ വീശിയടിക്കുമ്പോൾ അത് വളരെ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടാണ് അത് പാസ് ചെയ്യുന്നത്. വളരെ സ്പീഡിയും ഫോഴ്സ്ഫുൾ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ കാരണങ്ങളാണ് ഈ കാട്ടുതീക്ക് അവിടെ കാരണമായി തീരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സാറേ, ട്രംപിന്റെ അടുത്ത ആള്, ട്രംപിന്റെ വിജയത്തിൽ വളരെയധികം പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയിലൊക്കെ കാലിഫോർണിയ ശരിക്കും ഡെമോക്രാറ്റിക്സിന്റെ കയ്യിലാണ്. കുറെ വർഷങ്ങളായിട്ട്, ദീർഘവർഷങ്ങളായിട്ട് അവിടുത്തേക്ക് കുടിയേറ്റങ്ങളൊക്കെ നടക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. കുടിയേറ്റക്കാരുടെ അമിതമായിട്ടുള്ള ജീവിത സാഹചര്യമില്ലായ്മ, അല്ലെങ്കിൽ അമേരിക്കയുടെ സ്റ്റാൻഡേർഡിനൊപ്പം ജീവിക്കാൻ കഴിയാത്ത ആളുകളുടെ ജീവിത നിലവാരങ്ങൾ, അപ്പൊ ഇതൊക്കെ അവിടുത്തെ ഈ കാട്ടുതീയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല അവിടെ അത് നിയന്ത്രിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കലാമിറ്റീസ് വരാതിരിക്കാൻ തക്കവണ്ണം എന്തുകൊണ്ടാണ് അവിടുത്തെ ഭരണകൂടം കൃത്യമായ മുൻകരുതലുകൾ എടുക്കാതെ പോയത്? ട്രംപ് വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ വാൺ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് ശരിയാണോ? എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ ബൈഡൻ പോലും അന്തിച്ചു നിൽക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകേണ്ടി വന്നത്? ഓക്കെ, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ആൻഡ് വളരെ വാസ്തവമായ കാര്യങ്ങളാണ്. കാരണം കാട്ടുതീ ഭൂകമ്പമൊക്കെ കാലിഫോർണിയയിലെ നിരന്തരമായ കാര്യങ്ങളാണ്. അപ്പൊ അത് ഈ കാട്ടുതീ നിയന്ത്രിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അവിടുത്തെ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ലോകം മുഴുവൻ കാണുന്ന ഒരു കാര്യം. കാരണം അത് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അത് തടയാനോ അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ഗവർണർ, ഡെമോക്രാറ്റിക് ഗവർണറുടെ സർക്കാർ അത് വളരെ പരാജയപ്പെട്ടു. അത് വളരെ അമേരിക്കയ്ക്ക് നാണക്കേടും ലോകം മുഴുവൻ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അവിടെ നേരത്തെ വിമൽ സൂചിപ്പിച്ച പോലെ കാലിഫോർണിയ ഒരു വരണ്ട സ്ഥലമാണ്. ലോസ് ആഞ്ചലസ് ഒക്കെ വളരെ മഴ കുറവാണ്. അപ്പൊ കഴിഞ്ഞ വർഷം പതിവില്ലാതെ കുറെ മഴ പെയ്തു. അപ്പൊ മഴ പെയ്തപ്പോൾ കുറേയേറെ പുല്ല് കളിച്ചു. ആ പുല്ലുകളൊക്കെ ഇപ്പം കരിഞ്ഞ് വാടി ഇപ്പൊ ഒരു ഉണങ്ങി നിൽക്കുന്ന സമയം കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഇത്രയും വിശാലമായിട്ട് ഇത്രയും ശക്തമായിട്ട് ഈ ആളി പടരാനായിട്ട് എത്തി. അതാണ് ഒരു സംഭവം ഉണ്ടായത്. എന്നാൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളും, റിപ്പബ്ലിക്കനോ ഡെമോക്രാറ്റോ ഒന്നും ഇല്ല, അമേരിക്കൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ അമേരിക്കൻ സംസ്ഥാനങ്ങളാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ട്രംപിന് കിട്ടിയ ചില പഠന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഗവർണറോട് സംസാരിച്ചു. അവിടെ വെള്ളത്തിന്റെ അഭാവം വളരെയധികം രൂക്ഷമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയം ഉണ്ടാകുന്ന വെള്ളമില്ല. ഇപ്പം തന്നെ തീ കെടുത്താൻ വെള്ളമില്ല അവിടെ. ഇത്രയും വലിയ തീ ഉണ്ടാകുമ്പോൾ അത് കെടുത്താൻ അഗ്നിശമന വിഭാഗത്തിന് മതിയായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് തീ ഇങ്ങനെ ആളി പടർന്നത്. അപ്പൊ വെള്ളത്തിന്റെ ഈ പ്രശ്നം ലോസ് ആഞ്ചലസ് കാലിഫോർണിയ ഉള്ളത് കൊണ്ട് ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് അവിടേക്ക് വെള്ളം എത്തിക്കാൻ, കാനഡയിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള വലിയൊരു പദ്ധതിക്ക് ട്രംപ് പ്രപ്പോസ് ചെയ്തു. അപ്പോ അത് ഈ കാലിഫോർണിയ ഗവർണർ ന്യൂസം അദ്ദേഹം അത് താല്പര്യപ്പെട്ടില്ല, അതിൽ ഒപ്പുവെച്ചില്ല. അങ്ങനെ ഒരു കരാറോ അല്ല അങ്ങനെ ഒരു പദ്ധതിയോ വേണ്ട എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പ് കൊണ്ട് ട്രംപിന്റെ വലിയൊരു പദ്ധതി അദ്ദേഹം നിരാകരിച്ചു. ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, പാർട്ടി വ്യത്യാസം ഇല്ലാതെ ആ ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രമാത്രം 45,000 ഏക്കറിലേക്ക് കത്തി പടർന്ന ഒരു വലിയ തീയെ, ഈ കാട്ടുതീ, ഇത് നമുക്ക് കെടുത്താൻ വളരെ പെട്ടെന്ന് കഴിയുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവിടെ കെടുത്തേണ്ട അഗ്നിശമന വിഭാഗത്തിന്റെ ഈ യന്ത്രങ്ങൾ, അതായത് എന്താ പറയുന്നത്, ഫയർ എഞ്ചിൻസ് പകുതി അവിടെ ഇല്ല. അതെല്ലാം ഉക്രൈന് പോയിരിക്കുകയാണ്. കാരണം ഉക്രൈനിലുള്ള യുദ്ധം അമേരിക്കയുടെ സ്പോൺസേഡ് വാർ ആയതുകൊണ്ട് ബൈഡൻ അതിനകത്ത് വളരെ ഉത്തരവാദിത്വം ഉള്ള ഒരാളായതുകൊണ്ട് ബൈഡൻ ഗവൺമെന്റ് അവിടെയുള്ള നല്ല ശതമാനത്തോളം ഫയർ എഞ്ചിൻസ് ഉക്രൈനിലേക്ക് പോയിരിക്കുകയാണ്. അത് കൃത്യമായ കാര്യമാണ്, പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ മതിയായിട്ടുള്ള ഫയർ എഞ്ചിൻസിന്റെ അഭാവം ഈ കാട്ടുതീ കെടുത്തുന്നതിൽ വളരെയധികം തടസ്സമുണ്ടായി. പിന്നെ ഭയങ്കരമായ കാറ്റ്, ഉണങ്ങിയ പുല്ലും ഇതെല്ലാം കൂടിയത്. അപ്പൊ ഇതൊരു വലിയൊരു ദുരന്തമാണ്. അമേരിക്ക ഞെട്ടിച്ചാണ്, ലോകം ഞെട്ടിച്ചാണ് ദുരന്തമാണ് ഇങ്ങനെ ഒരു ദുരന്തം കാലിഫോർണിയ ഉണ്ടായപ്പോൾ. ഇത് അമേരിക്കയെ പോലെയുള്ള ഒരു വികസിത രാജ്യത്തിന് എല്ലാ സംവിധാനങ്ങളും ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും മുമ്പിലുള്ള ഒരു രാജ്യം അമേരിക്ക. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാട്ടുതീ പെട്ടെന്ന് കെടുത്തിയില്ല? ഇപ്പൊ 7ാം ദിവസമായിട്ടും
ഇനി ഒരു 30% തീ കെടുത്താനുണ്ട്. ഒരു 70% മാത്രമേ തീ കെടുത്തിയിട്ടുള്ളൂ. ഇനി ബാക്കി നിൽക്കുകയാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് മാത്രമല്ല, ഒരു നാണക്കേടുണ്ടായത്, കനേഡിയൻ ഡ്രോൺ ആണ് ഇപ്പം തീ കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതാ, അമേരിക്കയിലേക്ക് കനേഡിയൻ ഡ്രോൺ, കനേഡിയക്കാർ ഇപ്പം 100 കണക്കിന് ഡ്രോണുകൾ അമേരിക്കയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. കാരണം 2-3-4 ദിവസമായിട്ട് ഇപ്പം അത് ഗാലൻ, ആ ഡ്രോണുകൾ ചെന്ന് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഗാലൻ കണക്കിന് 100 കണക്കിന് ഗാലൻ വെള്ളം നിറച്ചിട്ട് അവിടെ തളിച്ചിട്ടാണ് ഇപ്പം. അതാണ് കനേഡിയക്കാരുടെ സഹായം കൊണ്ടാണ് ഇപ്പൊ അമേരിക്ക കാട്ടുതീ കെടുത്തുന്നത്. അതും ഭയങ്കര നാണക്കേടാണ് ബൈഡൻ ഗവൺമെന്റ്. ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ ട്രംപ് വന്നു കഴിഞ്ഞാല് കാനഡ 52ാമത്തെ സ്റ്റേറ്റ് ആക്കുമെന്നുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ. അത് യാഥാർത്ഥ്യമാകുമോ ഇതോടുകൂടെ? കാരണം ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കാനും അമേരിക്കയ്ക്ക് വേണ്ടി കൈത്താങ്ങാനും അവരെ സന്മനസ് കാണിച്ചുള്ളത് കൊണ്ട് അത് കൂട്ടിച്ചേർക്കപ്പെടാൻ സാധ്യതയുണ്ടോ ഇതിനോട് ചേർന്ന്? അത് അമേരിക്ക അല്ല തീരുമാനിക്കുന്നത്, കാനഡയാണ്. കാരണം കാനഡ ഒരു പരമാധികാര രാജ്യമാണ്. ഒരു 3.5 കോടി ആൾക്കാരെ ഉള്ളെങ്കിലും അമേരിക്കക്കാട്ടി വലിപ്പമുള്ള രാജ്യമാണ് കാനഡ. അപ്പോൾ കാനഡയിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് ബാലറ്റിൽ വെച്ചാൽ ജനങ്ങൾ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ട്രംപിന് ഇപ്പൊ അതിന് അധികാരമൊന്നുമില്ല. ഇപ്പൊ അവരെ കൂട്ടിച്ചേർക്കാനോ അധികാരമൊന്നും ഒരു രാജ്യത്തിനും ഇല്ല. പരമാധികാര രാജ്യമാണ്. ട്രംപ് ഒരു ക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. കാരണം കാനഡയിലെ ഭരണം, ഈ ട്രൂഡോയുടെ ഭരണം കൊണ്ട് ജനജീവിതം വളരെ തകർന്നിരിക്കുകയാണ്. സാമ്പത്തികം വളരെ തകർന്നു. അപ്പൊ ട്രൂഡോ രാജിവെച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഇതിന്റെ എല്ലാം പേരിലാണ്. അപ്പൊ ഇങ്ങനെ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു രാജ്യം, ജനജീവിതം വളരെയധികം ബുദ്ധിമുട്ടുള്ള രാജ്യത്ത് നിങ്ങൾ അമേരിക്കയോട് കൂടി ചേർന്നോ, അമേരിക്കയുടെ എല്ലാ സംവിധാനങ്ങളും അമേരിക്കയുടെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അമേരിക്കക്കാരായി മാറും. ഇതാണ് ട്രംപ് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം. അത് കാനഡയുടെ ജനങ്ങളുടെ മുമ്പിലാണ്. ജനങ്ങൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണ്. അതാണ് അതിനെക്കുറിച്ച്. വിമൽ സാറേ, ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണം പരാജയമായിരുന്നു എന്നുള്ളത് മൊത്തത്തിൽ നമുക്കറിയാം. പ്രത്യേകിച്ച് അദ്ദേഹത്തെ താഴെ ഇറക്കാനായിട്ട് ഇന്ത്യൻ സർക്കാരാണ് പ്രവർത്തിച്ചതെന്നൊക്കെ ചില വീരവാദങ്ങളൊക്കെ ഇവിടെ ചില മാധ്യമങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ക്ഷണം, ട്രംപ് വെച്ചിരിക്കുന്ന ക്ഷണം അവർ സ്വീകരിക്കാൻ എന്തെങ്കിലും സാധ്യത വിമൽ സാർ കാണുന്നുണ്ട്? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാനഡയിൽ നിന്ന് സോഫാർ ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ ശബ്ദങ്ങളൊക്കെ തന്നെയും അവരുടെ ഐഡന്റിറ്റി നിലനിർത്തി രാജ്യം എന്നുള്ളതിൽ നിലനിർത്തണമെന്നുള്ള രീതിയിലാണ് പ്രതികരണങ്ങളൊക്കെയും വന്നിട്ടുള്ളത്. അത് ഏത് രാജ്യത്തിന്റെയും ഒരു പോളിസിയാണല്ലോ, അവരുടെ ഒരു ഐഡന്റിറ്റി നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു കാഴ്ചപ്പാടായിരിക്കുമല്ലോ. അപ്പോ സോഫാർ പക്ഷേ ഈ പറഞ്ഞതുപോലെ ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ ലിബറൽ പോളിസികളാണ് വളരെ അവിടെ ക്രൈസിസിലേക്ക് എത്തിച്ചത്. നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം കുടിയേറ്റങ്ങൾ നടക്കുന്നു, വിദ്യാർത്ഥികൾ ധാരാളം കുടിയേറുന്നു. പക്ഷെ അവിടെ കാനഡ ഒരു വലിയ റെസിഡൻഷ്യൽ ക്രൈസിസ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ആളുകൾക്ക് താമസിക്കാനുള്ള ഇടമില്ല എന്നുള്ള ക്രൈസിസ്, ജോബ് ഇൻസെക്യൂരിറ്റി ക്രൈസിസ്. അപ്പൊ അത് കാരണം കാനഡ നിയന്ത്രണമില്ലാതെ ഉള്ള കുടിയേറ്റം അത് പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ ഒരു അനന്തരഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അമേരിക്കയിലെ ഡെമോക്രാറ്റുകളുടെ കാര്യം പറഞ്ഞ പോലെയുള്ള ലിബറൽ പോളിസികളുടെ കാലാന്തരത്തിൽ സംഭവിക്കുന്ന ഒരു കോൺസിക്വൻസസ് ആണ് അവിടെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വന്നു. അവിടെ ജനരോഷം വളരെ ശക്തമായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിതാവ് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം പിന്നീട് അദ്ദേഹം തുടർച്ചയായിട്ട് മകനായി അദ്ദേഹം അതെ. അപ്പം ആ ഒരു പരാജയത്തിലെത്തി അവസാനം അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് ഈ ലിബറൽ പോളിസിയുടെ ആകെത്തുകയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല സ്റ്റാലിൻ സാറേ, ഇപ്പം അമേരിക്കയോട് ചേർന്ന് അവര് 52ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് മാറിയ അവർക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകുമോ, അതോ അവർ താഴോട്ട് പോകുമോ, അവഗണിക്കപ്പെടുമോ? അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും നിരീക്ഷണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വലിയ ബെറ്റർ ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ. കാരണം അമേരിക്കയുടെ ഭാഗമായി കഴിഞ്ഞാൽ അമേരിക്കക്കാരെല്ലാം എൻജോയ് ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും, എല്ലാ സ്വാതന്ത്ര്യവും, എല്ലാ സാമ്പത്തിക ഉയർച്ചയും, സൈനിക ഉയർച്ച. ഇപ്പൊ തന്നെ അവർക്ക് ചെറിയ സൈന്യമുള്ളത്, അമേരിക്കയുടെ സൈന്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. കാരണം എന്തുണ്ടായാലും അമേരിക്കൻ സൈന്യമാണ് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴും നിലനിൽക്കുന്നത്. ചെറിയ സൈന്യമാണ്. അത് തന്നെയല്ല, അമേരിക്കയ്ക്ക് ഒരു $200 ബില്യൺ ചെലവുണ്ട് ഈ കാനഡയെ സഹായിക്കാനായിട്ട് എല്ലാ വർഷവും. അത് അമേരിക്ക ഉദാരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. 200 ബില്യന്റെ എക്സ്പെൻസ് അമേരിക്കയ്ക്കുണ്ട്. ഇപ്പൊ കാനഡ അമേരിക്കയുടെ ഭാഗമാണെങ്കിൽ ആ മണി അമേരിക്കയ്ക്ക് പിന്നെ ആ പണം ലാഭിക്കാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല, അവർക്ക് അവരുടെ ഈ എല്ലാ ട്രേഡും കാനഡയിൽ നിന്ന് അമേരിക്കയ്ക്ക് അയക്കുന്ന
ഈ പറയുന്ന ഭക്ഷ്യോൽപാദന വസ്തുക്കളെ, പിന്നെ ഇതോളം എല്ലാ കാര്യങ്ങൾ കൊണ്ടാണ് കാനഡ സർവൈവ് ചെയ്യുന്നത്. അപ്പം കാനഡ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ്. അപ്പൊ അമേരിക്കക്ക് വേണ്ട എങ്കിലും ഇതെല്ലാം അമേരിക്ക വാങ്ങിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇനഫ് മിൽക്ക് ഉണ്ടെങ്കിലും ഇന്നും കാനഡയുടെ മിൽക്ക് അമേരിക്ക വാങ്ങിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം കാനഡ ഒരു സിസ്റ്റർ കൺട്രിയാണ്. അവരെ സഹായിക്കാനുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ ഉദാരമായിട്ടുള്ള സമീപനം കൊണ്ടാണ് ആ രാജ്യം സഹായിക്കുന്നത്. അപ്പോൾ ഇത് ഒരു രാജ്യമാകുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് വീണ്ടും അമേരിക്ക തന്നെ നിലനിൽക്കും. ഭൂപ്രകൃതിയിലും ഒക്കെ തന്നെ നിർണായകമായ സ്വാധീനം ഈ വലിയൊരു കോണ്ടിനെന്റ് ആയിട്ട് അമേരിക്ക മാറും. അമേരിക്ക ഒരു ഭൂഖണ്ഡമായിട്ട് മാറും. ലോകത്തിലെ ഒരു 5ാമത്തെ 6ാമത്തെ ഭൂഖണ്ഡമായിട്ട് മാറും ഇത്ര സംഭവിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ കാനഡയിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ഈ ലിബറൽ പൊളിറ്റീഷ്യൻസ് ഇതിനെ വളരെയധികം വിയോജിക്കുന്നുണ്ട്. അവര് താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അഗെയിൻ ഇത് ബാലറ്റിൽ വെച്ചാൽ ജനങ്ങൾ വിധി എഴുതുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ ഇവർ പറയുന്ന അല്ലല്ലോ കാര്യം. ജനങ്ങൾ വിധി എഴുതുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ജനാധിപത്യത്തിന്റെ ആസുരത അവിടെ മുളങ്ങട്ടെ എന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കണം. അപ്പോ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് മുമ്പ് അമേരിക്കയിൽ. പ്യൂട്ടോറിക്കോ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിന് തുല്യമായ പദവിയുള്ള ഒരു പ്രദേശമാണ്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, ഒരിക്കൽ അതിന് റഫറൻഡം വെക്കുകയും പക്ഷെ ആ പ്യൂട്ടോറിക്കോ അമേരിക്കയുടെ ഒരു ടെറിട്ടറി ആയിട്ട് നിൽക്കാൻ അവർ വോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെ സംഭവിച്ചുകൂടായില്ല. എല്ലാ വിധത്തിലും നമ്മുടെ ഇന്ത്യക്കാർക്ക് അത് പ്രയോജനകരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇൻ അഡ്വാൻസ് ആയിട്ട്. വേറൊരു കാര്യം, ഇപ്പൊ ഫിയാക്കോണിന്റെ പരിപാടികളൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട നമ്മുടെ വിമൽ ജോൺ സാർ അതിനകത്ത് വളരെയധികം ആക്റ്റീവ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചർച്ചസ് ഇൻ അമേരിക്ക ആൻഡ് കാനഡ എന്നുള്ള ആ ഒരു രീതിയിൽ വിമൽ സാർ അതിനകത്ത് കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഇന്ത്യക്കാരുടെയും അതിനകത്ത് വോട്ടുള്ള എല്ലാവരുടെയും കൃത്യമായ സഹകരണം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകണമെന്ന് കൃത്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓൺ ബിഹാഫ് ഓഫ് എക്ലിസിയ യുണൈറ്റഡ് ഫോറം ഇന്റർനാഷണൽ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഇലക്ഷൻ കാര്യങ്ങൾ ഒരു വിധത്തിൽ ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ അല്ലെ, അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് തീർച്ചയായിട്ടും ഒരു പ്രയോജനകരമായി തീരുമെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് വിമൽ സാറിനൊന്ന് പറയാമോ? തീർച്ചയായിട്ടും അമേരിക്കയിലെ പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രൈസ്തവ സമൂഹം ഒരു വലിയ ഒരു സൊസൈറ്റിയാണ്. 8 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഒരു വലിയ ഒരു സൊസൈറ്റിയാണ്. അതിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ സൊസൈറ്റിയിൽ വളരെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ സൊസൈറ്റി. അത് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. മലയാളികൾ അതിനകത്ത് ഭൂരിപക്ഷമായിട്ട് ഉണ്ട്. എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ ആസ്ഥാനങ്ങളും അതിന്റെ ഇന്ത്യയിൽ നിന്ന് ഉള്ള പുരോഹിതന്മാര് വർഷാവർഷങ്ങൾ 3 ഇയർ 5 ഇയർ ടൈംസിൽ വരുന്ന അച്ഛന്മാരുണ്ട്. അതിനെ മേൽനോട്ടം വഹിക്കാനുള്ള ബിഷപ്പുമാരുണ്ട്. മിക്ക സഭാവിഭാഗങ്ങൾക്കും ആസ്ഥാനങ്ങളും വലിയ മെഗാ ചർച്ചുകളും ഉണ്ട്. അപ്പം ഈ ഇന്ത്യൻ സൊസൈറ്റി വളരെ ഈ ഇന്ത്യൻ ക്രിസ്ത്യൻ സൊസൈറ്റി വളരെ കോൺട്രിബ്യൂഷൻ നമ്മളെ സൊസൈറ്റി അമേരിക്കൻ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അവര് ഇന്ത്യൻ ക്രിസ്ത്യൻ സൊസൈറ്റി അവർ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് അവര് ബോധവാന്മാരാണ്. നമ്മുടെ മതസ്വാതന്ത്ര്യം, റിലീജിയസ് ഫ്രീഡം അത് ഇന്ത്യയിലും തുടർന്നു പോകണം. ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന പലയിടത്തും ആവർത്തിക്കുന്ന പീഡന സംഭവങ്ങളിൽ അവർ വ്യാകുലരുമാണ്. അപ്പം തീർച്ചയായും ഇന്ത്യൻ സമൂഹത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു യോജിപ്പ്, ഒരു യൂണിറ്റി അത് കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ ഇത്തരമുള്ള ശ്രമങ്ങളുടെയൊക്കെ ഒരു ഉദ്ദേശമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൊസൈറ്റിക്ക്, അമേരിക്കയിലുള്ള ക്രൈസ്തവ സമൂഹത്തിനും ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിനും ഗുണകരമായ രീതിയിൽ അഭിവൃദ്ധിക്ക് പ്രാപിക്കുന്ന രീതിയിൽ ഉള്ള ശ്രമങ്ങളും അതിന്റെ ആലോചനകളും ഈ പ്രസ്ഥാനങ്ങൾ വഴി, ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വഴി നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. എല്ലാ വിധത്തിലുള്ള ആശംസകളും ഇൻ അഡ്വാൻസ് ആയിട്ട് തന്നെ അറിയിക്കുകയാണ്. നിങ്ങൾ ജയിച്ചു വരണം, അതിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറണം എന്ന് നമ്മൾ എക്ലിസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ ആയിട്ട് തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ വോട്ടേഴ്സും ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണമേ, അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ചെയ്യാൻ തക്കവണ്ണം മനസ്സ് കാണിക്കണമേ എന്ന് എക്ലിസിയ യുണൈറ്റഡ് ഇന്റർനാഷണലിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ കൂടെ ഞാൻ ഒരിക്കലൂടെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ ഗാസയിലേക്ക് വരികയാണ്. ഗാസ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് 1.5 വർഷമായി. അതിന് ഒരു അന്ത്യം ഇതുവരെ കാണുന്നില്ല. ട്രംപ് വളരെ കൃത്യമായിട്ടൊരു മെസ്സേജ് കൊടുത്തിരുന്നു. ആ മെസ്സേജ് അദ്ദേഹം ഇനി നാളെ കഴിഞ്ഞാൽ അല്ലെ, ഇവിടെ നാളെയാണ്, മറ്റന്നാൾ നിങ്ങൾക്ക് മറ്റന്നാള്, ഞങ്ങളുടെ മറ്റന്നാൾ നിങ്ങൾക്ക് നാളെ,
അപ്പോ അങ്ങനെയുള്ള ആ സമയത്ത് അദ്ദേഹം ചാർജ് എടുക്കുകയാണ്. അങ്ങനെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഗാസയുടെ ആ പ്രശ്നം എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ ചില മീഡിയകളൊക്കെ വിവരിക്കുന്നത് ട്രംപ് വന്നാലും ഒന്നും സംഭവിക്കുകയില്ല, അതിങ്ങനെ തന്നെ തുടരും, യുദ്ധം തുടരും, അവിടുത്തെ ബന്ദികളെ ഒന്നും വിട്ടയക്കുകയില്ല എന്നുള്ള ഒരു വലിയ പ്രചരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് സ്റ്റാലിൻ സാറിന്റെ ഒബ്സർവേഷൻ, അങ്ങ് ട്രംപിന്റെ അടുത്ത ആളാണ്, അങ്ങ് ആ ഉപദേശക സമിതിയിലും കൂടെ ഉൾപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കും അതിനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? അല്ല, ഈ ഉക്രൈൻ യുദ്ധവും ഗാസ യുദ്ധവും രണ്ടും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് നമ്മൾ ജനങ്ങൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ തന്നെ അത് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തു. 2 യുദ്ധങ്ങളും അവസാനിപ്പിക്കും അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതോടുകൂടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്, വളരെ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്ന 20-ാം തീയതിക്ക് മുമ്പായിട്ട് ബന്ദികളെ വിട്ടയക്കണം, അതിനുള്ള കരാർ ഉണ്ടാകണമെന്ന് അദ്ദേഹം 2 പ്രാവശ്യം ആവർത്തിച്ച് മുന്നറിയിപ്പ് കൊടുത്തു. അത് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അവരെ സഹായിക്കുന്ന ഹമാസിനെ സഹായിക്കുന്ന ഇറാൻ ഉൾപ്പെടെ, ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. അത് ഹമാസിന് കൃത്യമായ മെസ്സേജ് കൊടുത്തു. അതുകൊണ്ടാണ് കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഈ ചർച്ചകൾ വളരെ പുരോഗമിച്ചു. ബൈഡന്റെ നയതന്ത്ര പ്രതിനിധികളും ട്രംപ് അയച്ചിട്ടുള്ള, ട്രംപിന് തന്നെ പ്രതിനിധി അവിടെ പല പ്രാവശ്യം ഖത്തറിലെത്തി ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി നെതന്യാഹുമായിട്ടും നിയുക്ത പ്രസിഡന്റ് ട്രംപ് സംസാരിച്ചു. അപ്പോ ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ 20-ാം തീയതിക്ക് മുമ്പ് തന്നെ ഒരു കരാർ ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ട്രംപിന് വളരെ വ്യക്തമായ ലക്ഷ്യവും കർശനമായിട്ടുള്ള ഒരു നിലപാടും അദ്ദേഹം എടുത്തു. ഇപ്പം നടക്കുന്ന പുരോഗതി അതിന്റെ മാത്രം കാരണമാണ്. കാരണം 1.5 വർഷം കൊണ്ട് ഈ ബൈഡൻ ഗവൺമെന്റിന് ഇത് ഒരു നിലയിൽ ഒരു പുരോഗമനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു ചർച്ചയും നടന്നിട്ടില്ല. നടന്ന ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ടു. കാരണം ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് വ്യക്തമായ ചില നിലപാടുകളുടെ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഇസ്രായേലിന് നഷ്ടം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഏത് പ്രസിഡന്റ് വിചാരിച്ചാലും ആ ഒരു കരാർ നടപ്പാകത്തില്ല. എന്താണ് ഇസ്രായേലിന്റെ ഡിമാൻഡ്? എന്താണ്? ബന്ദികളെ വിട്ടയക്കണം. ബന്ദികളെ വിട്ടയക്കാത്ത ഒരു ചർച്ചയും ഒരു കരാറും ഉണ്ടാക്കില്ല. അത് മാത്രമല്ല, ഗാസ ഇനി മുതൽ ഹമാസ് പോലെയുള്ള ഒരു ഭീകര പ്രസ്ഥാനത്തിനെ താവളമാകാൻ പാടില്ല. അതൊരിക്കലും അതിന്റെ ഒരു സ്വർഗമാകത്തില്ല എന്ന് ട്രംപിന് നിശ്ചയദാർഢ്യമുണ്ട്. അക്കാര്യത്തിൽ ഉറപ്പാണ്. അത് ഗാസയിൽ വീണ്ടും ഒരു സമാന്തര സർക്കാർ ഉണ്ടായിട്ട് വീണ്ടും ഒരു ഇസ്രായേലി ഭീഷണിയായിട്ടുള്ള ഒരു സംവിധാനം വീണ്ടും ഗാസയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഹമാസ് വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് അർത്ഥം. വീണ്ടും ഈ യുദ്ധം കൊണ്ടുള്ള എല്ലാ പ്രയോജനം ഇല്ലാതായെന്നാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നിശ്ചയമാണ്. എല്ലാ ബന്ദികളും വിട്ടയക്കപ്പെടുക, ഗാസയിൽ വീണ്ടും ഒരു ഭീകര താവളം, അത് ഗവൺമെന്റിന്റെ പേരിലായാലും എന്ത് കാരണത്തിൽ കൊണ്ടായാലും ഒരു താവളം ഉണ്ടാകില്ല. ഈ 2 കാര്യം വ്യക്തമാണ്. ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിനൊരു ഒരു കരാർ ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞു. അതിനിയും ഇസ്രായേലിന്റെ ക്യാബിനറ്റ് അതിനൊരു അന്തിമ അംഗീകാരം കൊടുക്കണം. അത് വെയിറ്റ് ചെയ്യുന്നു. ഏറ്റവും തിരക്കേട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ദിവസം കൊണ്ട് ഇതിനൊരു വ്യക്തമായ ഒരു ചിത്രം ലോകത്തിന് മുമ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഈ യുക്രൈൻ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളെ നിങ്ങളുടെ ജനങ്ങൾ, അവിടെയുള്ള ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തുകയും അത് ഈ യുദ്ധത്തിന് കാരണക്കാരായിരിക്കുന്ന ആളുകളിൽ നിന്ന്, പ്രത്യേകിച്ച് ബൈഡനിൽ നിന്നൊക്കെ അത് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു ചിന്താഗതി അവിടുത്തെ നാട്ടില് വരാൻ തുടങ്ങിയിട്ടുണ്ടോ വിമൽ സാർ? തീർച്ചയായിട്ടും. അത് നേരത്തെ ബ്രദർ ഷാലി പറഞ്ഞതുപോലെ ഈ കാലിഫോർണിയയിൽ ഉപയോഗിക്കേണ്ട സപ്ലൈസ് എല്ലാം യുക്രൈനിൽ പോയിരിക്കുന്ന അവസ്ഥയാണ്. അത്രമാത്രം വിദേശ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടുകയും അതിനെ വെറും ഈഗോയുടെ പേരിൽ യുദ്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ബൈഡൻ ഭരണകൂടം സ്വീകരിച്ചത്. ഇപ്പോ ഈ വിഷയത്തിൽ, ഈ ഉടമ്പടി ഉണ്ടാക്കുന്ന, നിലവിലൊരു കരാർ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ട്രംപിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. സ്റ്റാൻലി പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതായത് വളരെ കോൺസിക്വൻസ്, നിങ്ങൾ ഇത് ഫസ്റ്റ് ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് വളരെ വലിയ കോൺസിക്വൻസ് ആണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആണ് തീർച്ചയായിട്ടും അവിടെ അതിനകത്ത് ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ നിലവിലുള്ള ഉടമ്പടി പ്രകാരം ഇപ്പൊ അമേരിക്കയിൽ മുസ്ലിം സമൂഹം ട്രംപിനാണ് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത്. കാരണം അവർക്ക് മനസ്സിലായി ബൈഡൻ ഇത്രയും കാലം ബൈഡന്റെ ഭരണത്തിന് കീഴിൽ ഈ യുദ്ധം ആരംഭിച്ചു, ഇത്രയും കാലം ഇത്ര നാളുകൾ നീണ്ടു, 40,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു, അവരെ കുറിച്ച് വറീഡായിരുന്നു. ഒന്നും സംഭവിക്കുന്നില്ല, നത്തിങ് ഈസ് ഹാപ്പനിങ്. അപ്പോഴാണ് ഈ ട്രംപിനെ പിന്തുണയ്ക്കാൻ അവര് തീരുമാനിക്കുകയും അവിടുത്തെ അമേരിക്കയിലെ മുസ്ലിം സമൂഹം തീരുമാനിക്കുകയും ഇവിടെ അതുകൊണ്ട്
ഇവിടുത്തെ ചില ചാനലുകൾ, പ്രത്യേകിച്ച് സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകളൊക്കെ ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ട്രംപിനെ ജയിപ്പിച്ചത് ജിഹാദികളാണ്, അങ്ങനത്തെ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, ജിഹാദികളാണ്. അത് വാസ്തവമല്ലല്ലോ അല്ലെ? ആ വിധത്തിലാണോ അതിനെ കാണുന്നത്? ന്യൂനപക്ഷ വോട്ട്, മൈനോറിറ്റി വോട്ടേഴ്സ് കുറവാണ്. പക്ഷെ അവർക്ക് ചില മേഖലകളിൽ സ്വിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള മിഷിഗൺ പോലുള്ള സ്റ്റേറ്റുകളിൽ ഈ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. ആ കാര്യം നമ്മളെ സംബന്ധിച്ചേ മതിയാവുള്ളൂ. പക്ഷെ എങ്കിലും മൊത്തത്തിൽ അങ്ങനെ സ്വിംഗ് സ്റ്റേറ്റുകൾ വിജയിക്കുന്ന കാര്യത്തിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ മൊത്തത്തിൽ അങ്ങനെ ജിഹാദികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹം അങ്ങനെ ഒരു വോട്ട് ചെയ്തു എന്ന് പറയുന്ന പ്രചരണം അതിനകത്ത് കഴമ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കമലാ ഹാരിസ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഗാസയിൽ ഇതിപ്പോ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും, വീണ്ടും ആളുകൾ കൊല്ലപ്പെടും. അപ്പം അത് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ട്രംപിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റോടുകൂടി, ആ പവർഫുൾ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി അവിടെ അതിന്റെ ഹമാസ് ഭയന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. രണ്ടാമത്തേത്, ട്രംപ് നെതന്യാഹുവുമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് നെതന്യാഹു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നു. അവർ ഒരിക്കലും ഒരു കാരണവശാലും അതിനകത്ത് ബാക്ക് ഓഫ് ചെയ്യില്ല എന്ന് പറഞ്ഞ നെതന്യാഹു അവര് ഡീലിന് തയ്യാറാവുന്നു. അങ്ങനെ അവരുടെ ഡീല് എത്തിച്ചേർന്ന് ട്രംപിന്റെ ഇതാണ്. പിന്നെ മികച്ച ഒരു സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറഞ്ഞ മികച്ച ഒരു ഒരു അംബാസഡർ അല്ല, ഇതിന് നയതന്ത്ര ചർച്ചകൾക്കായിട്ട് അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഖത്തറിന്റെ അമീർ ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ, അദ്ദേഹം ഈ ഡീല് ഉടമ്പടി പ്രഖ്യാപിക്കുന്നതിനിടയിൽ ട്രംപിന്റെ എൻവോയുടെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപ് ഈ ഭരണമേൽക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിക്കുന്നുള്ള അദ്ദേഹത്തിന്റെ കർശന നിലപാട് മാത്രമാണ്, അല്ലാതെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കഴിവോ മികവോ ഒന്നുമല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഇതിനകത്ത്. ഓക്കെ, താങ്ക് യു. സ്റ്റാലിൻ സാർ, അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ മാത്യു ശാമുവൽ സാർ. അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് എല്ലാ ദിവസവും വരുന്നുണ്ട്. വളരെ യാദൃച്ഛമായിട്ട് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഞാൻ കേൾക്കുകയുണ്ടായി, ഇറാനിന്റെ പ്രസിഡന്റ് ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത് അവിടെ 2-3 പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നോ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് അത് സ്ഥിരീകരിച്ചു എന്നൊക്കെ ഉള്ള വാദങ്ങൾ വരുന്നു. ശരിയാണോ? ഇതിനെക്കുറിച്ച് അങ്ങേക്ക് വല്ല അറിവുണ്ടോ? ഈ അടുത്ത ദിവസങ്ങളിലാണ് ഞാൻ ഇത് ഇങ്ങനെ കേൾക്കുന്നത്. മാത്യു ശാമുവൽ സാറിന്റെ വീഡിയോ കണ്ടു. അല്ലാതെ തന്നെ വേറെ 1-2 സോഴ്സുകൾ തന്നെ ഞാൻ ഇങ്ങനെ ഒരു വായിച്ചു അടുത്ത സമയത്ത്. ഇറാന്റെ പ്രസിഡന്റ് ഒരു രഹസ്യ ക്രിസ്ത്യാനി ആയി ജീവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇറാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ചൈന കഴിഞ്ഞാൽ 2ാമത്തെ രാജ്യമാണ് ലോകത്ത്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ജനം കടന്നു വരുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറുന്നു. ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ രാജ്യമാണ് ലോകത്തിലെ. അസംഭാവികമായ കാര്യങ്ങളാണ്, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. സെലിബ്രിറ്റികൾ പോലും, അനേക സെലിബ്രിറ്റികൾ ഇന്ന് ക്രിസ്ത്യാനികളാണ് ഇറാനിൽ. ധാരാളം പേര്, പ്രത്യേകിച്ചും വനിതകൾ. കാരണം അടിച്ചമർത്തപ്പെട്ട വനിതകളുടെ സ്വാതന്ത്ര്യം, അടിച്ചമർത്തപ്പെട്ട അവരുടെ പൗര അവകാശങ്ങൾ, ഇതെല്ലാം തന്നെ അവരെ അടിച്ചമർത്തി അങ്ങനെയുള്ള ഒരു തടങ്കലിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് ഇറാനിലെ ജനങ്ങൾ. സ്വാതന്ത്ര്യമില്ലല്ലോ. അപ്പൊ ഈ സ്വാതന്ത്ര്യം, ക്രിസ്തുവിലൂടെയുള്ള അവരുടെ സ്വാതന്ത്ര്യം, അതിലൂടെ അവർക്ക് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള പ്രതീക്ഷകൾ, ഭാവിയെക്കുറിച്ചുള്ള വലിയ വാഗ്ദാനം, നിത്യജീവൻ എന്നുള്ള വലിയ ഒരു ദാനം, ഇതൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇറാനിൽ ഇന്ന് ക്രൈസ്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇതാണ്. അപ്പം ഇറാൻ പ്രസിഡന്റ് ക്രൈസ്തവനായെങ്കിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഇത് അവിടെ നടക്കുന്ന ഒരു ക്രൈസ്തവവൽക്കരണത്തിന്റെ ഭാഗമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്ക് ലോസ് ഏഞ്ചൽസിലേക്ക് തന്നെ വരാം. അവിടെ നമുക്കറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരുടെ ഒരു താവളമായിരുന്നല്ലോ. അവിടെ നിന്ന് ഒരു വ്യക്തി, പ്രധാനപ്പെട്ട ഒരു ആക്ടർ, അദ്ദേഹം ഹമാസിനെ കൊന്നുകളയണമെന്നും ഇസ്രായേലിന് വേണ്ടി ജയ് വിളിക്കാനൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഉടുതുണി പോലും കിട്ടാതെ ഓടിപ്പോകേണ്ടി വന്നു എന്നൊക്കെ ഇവിടുത്തെ പല മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം ചായുള്ള മാധ്യമങ്ങൾ, മുസ്ലിം സുഹൃത്തുക്കൾ നടത്തുന്നതായിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ അവരെ പ്രസ്താവിക്കുകയുണ്ടായി. അപ്പം ലോസ് ഏഞ്ചൽസിൽ ശരിക്കും ക്രിസ്ത്യൻ വിശ്വാസികളാണോ? നേരത്തെ ചോദിച്ചതുപോലെ ഈ കുടിയേറ്റക്കാർ അവിടെയാണല്ലോ ഈ കാലിഫോർണിയയുടെ ഒരു ഡെമോഗ്രാഫി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ കുടിയേറ്റക്കാർ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണി പോലും ഇല്ലാതെയാണല്ലോ അവിടെ കയറി വന്നിരിക്കുന്നത്. അപ്പൊ അവർക്കല്ലേ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോഴും ക്രൈസ്തവർക്കാണ് നാശനഷ്ടം ഉണ്ടായെന്നൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അതിനകത്ത് പൊള്ളത്തരങ്ങൾ സമൂഹം അറിയണ്ടേ?
അല്ല, ഈ പ്രകൃതി ദുരന്തത്തിന് പ്രത്യേകിച്ച് മതം നോക്കിയാലല്ലോ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അവിടെ അവിടെ ഈ തീപിടുത്തത്തെ കുറിച്ച് തന്നെ പലതരത്തിലുള്ള പിന്നെ വിശ്വാസമുണ്ട്. എങ്ങനെ തീ പിടിച്ചു? ഇപ്പൊ അവിടെ ധാരാളം മില്യൺസ് ഓഫ് ആളുകൾ കയറി വന്നിട്ടുണ്ട്, ഇലീഗൽ മൈഗ്രൻസ് ഒത്തിരി. അതിന്റെ ഒരു പർദീസയാണ്. അല്ല, എവിടുന്നാ കൂടുതലായിട്ട് അവിടുന്ന് വന്നിരിക്കുന്നത്? കൂടുതലായിട്ട് ആ പ്രദേശത്തേക്ക് വന്നിരിക്കുന്നത് എവിടുന്നാണ്? കഴിഞ്ഞ 4 വർഷം കൊണ്ട് ലോകത്തിന്റെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. മറ്റേത് സ്പാനിഷ് രാജ്യങ്ങളുണ്ടായിരുന്നു, മെക്സിക്കോ ഇങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ ഓപ്പൺ ബോർഡർ ആയിരുന്നുകൊണ്ട് കയറി, ടെക്സസ് വഴിയെല്ലാം കയറി വന്ന്, കാലിഫോർണിയ ബോർഡർ വഴിയെല്ലാം കയറി വന്ന് മില്യൺസ് ആളുകൾ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ ഈ വന്ന ആളുകൾ പല തീവ്ര സ്വഭാവമുള്ളവരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ തീപിടുത്തത്തിന്റെയൊക്കെ പുറകിൽ എന്താണ്, ഇതൊരു തീവ്ര അതൊരു കോൺസ്പിറസി ചെയ്യാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ കോൺസ്പിറസി ചെയ്യാന്ന് പറയും, ട്രംപിന്റെ ആളുകൾ അങ്ങനെ പറയാം, അവരുടെ ടീമിന്റെ എന്ന് പറയും. സത്യത്തിൽ ഈ കയറി വന്ന ആളുകൾ അമേരിക്കയെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള പദ്ധതികൾ തയ്യാറാക്കി വന്ന ആളുകളുണ്ട് ഈ ബോർഡർ വഴി. കഴിഞ്ഞ 4 വർഷം കൊണ്ട് കയറി വന്ന ആളുകളിൽ എത്ര തീവ്രവാദ സ്വഭാവമുള്ളവരുണ്ട്, എത്ര മനോരോഗികളുണ്ട്, എത്ര ക്രിമിനലുണ്ട്, എത്ര മയക്കുമരുന്ന് കച്ചവടക്കാരുണ്ട്, ഇതെല്ലാം മാനസിക രോഗികളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക വന്നിരിക്കുകയാണ് ഇവരെല്ലാം, മില്യൺസ് ആളുകൾ. മിഗ്രേഷന്റെ രീതി മാറി. അതായത് ഫ്ലൈറ്റ് എടുത്ത് മെക്സിക്കോയിൽ വരിക, മെക്സിക്കോയിൽ ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്യുക. അതെ, മെക്സിക്കോയിലോ ഹോണ്ടുറാസിലോ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഈ ബോർഡർ വഴി കടക്കാം. അത് മുതലെടുത്തിട്ടുണ്ട് അനേക രാജ്യങ്ങൾ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ അമേരിക്ക കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് കയറി വന്ന ആളുകളുടെ അജണ്ട എന്ന് നമുക്കറിയത്തില്ല. ഇതിനകത്ത് ഈ തീപിടുത്തത്തെ കുറിച്ചുള്ള വിഷ്വൽസ് പ്രചരിപ്പിക്കുന്നത്, ഈ തീപിടുത്തത്തിലേക്ക് ആളുകൾ ക്യാനുകളും ജാറുകളും വലിച്ചെറിയുന്ന കണ്ട വിഷ്വൽസ് ഉണ്ട്, CCTV. ക്യാനകത്ത് എന്താണ്, ഗ്യാസലിനായിരിക്കാം, പെട്രോൾ ആയിരിക്കാം, നമുക്കറിയില്ല. അപ്പൊ ഇതൊക്കെ പലയിടത്ത് കാണുന്നുണ്ട്. അപ്പൊ ഈ തീപിടുത്തം ഒരു 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 കാര്യമുണ്ട്, 15,000-ഓളം. അതെ, മാൻമെയ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വ്യാപകമായിട്ട് തുടർന്ന്, അതുകൊണ്ടായിരിക്കാം. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിക്കെടുത്താനൊക്കെ കഴിയുമായിരുന്നു ഒരു പക്ഷേ. ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് സംഘടിതമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് വിശ്വസിക്കുന്ന നല്ലൊരു സമൂഹമുണ്ട്. പല മീഡിയകളും അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ വലിച്ചെറിഞ്ഞ ക്യാനുകൾ, പല സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ ക്യാനുകൾ, ഈ ഇവിടെ കയറി വന്ന ഈ നിയമവിരുദ്ധമായിട്ട് കടന്നു വന്ന കടന്നേറ്റക്കാരായിട്ടുള്ള ഇലീഗൽ മൈഗ്രൻസ് സംഘടിതമായിട്ട് ചെയ്ത ചില ആളുകൾ തീവ്ര സ്വഭാവമുള്ളവർ ചെയ്ത കാര്യമാണോ എന്ന് പോലും അമേരിക്ക സംശയിക്കുന്നതാണ്. ഞാൻ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അതിന്റെ പുറകിലുണ്ട്. അതിനും പുറത്തു വരാനേ ഉള്ളൂ. ഒരു പക്ഷേ ചില അന്വേഷണങ്ങൾ അത് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കൾപ്രിറ്റ്സിനെ ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്താനും ഇപ്പോൾ ആഹ്ലാദിക്കുന്ന ആളുകളുടെ അതരങ്ങൾ തന്നെ അടക്കപ്പെടുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ ലോകത്ത് സമാധാന അന്തരീക്ഷം സംജാതമാക്കുവാൻ തക്കോണം ട്രംപിന്റെ സത്യപ്രതിജ്ഞ കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അമേരിക്കൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും നേരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനും ഇന്ത്യക്ക് തൽഫലമായിട്ട് എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാക്കുവാനും അവിടെ നിന്നുള്ള നിങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും തുടർന്നും നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും വിമൽ സാറിന് എല്ലാവിധത്തിലുള്ള ആശംസകളും. പുതിയ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അങ്ങും വിജയാളിയായിട്ട് കാണപ്പെടട്ടെ. അടുത്ത പ്രാവശ്യം നമ്മൾ കൂടുമ്പോൾ അങ്ങ് അതിന്റെ സാരഥിയായിക്കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ ഇടയാകട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ ഇതിൽ പങ്കെടുത്ത നിങ്ങളോട് രണ്ടുപേരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമുക്ക് പല വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.